ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലൈഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്താ പറഞ്ഞേ? ആ ഇൻഷാ അല്ലാ ഇൻഷാ അല്ലാ ഇൻഷാ അല്ലാ അത് പൂർത്തിയാക്കണം നമുക്ക്. പിന്നെ ഗ്രൂപ്പിൽ ഇങ്ങനെ ഓരോരുത്തരെ ഏൽക്കുകയാണെങ്കിൽ ഏൽക്കട്ടെ, അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടിയിട്ട് തന്നെ അത് പൂർത്തീകരിക്കാം. റാഫിക്ക അത് കണ്ടിട്ടില്ല വന്ന മെസ്സേജ് അല്ലേ? ആ നോക്കാം ഇൻഷാ അല്ലാ. അപ്പോൾ തുടങ്ങാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. അൽഹംദുലില്ലാഹ്. നമ്മൾ ഇവിടെയാണ് പറഞ്ഞു നിർത്തിയത്. തഫഅലയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇനി നമ്മൾ രണ്ടാമത്തെ വസ്ന് 5 അക്ഷരം സായിദയായി വരുന്ന സുലാസി മസീദ് ബിഹിയിൽ നമ്മൾ പറഞ്ഞു 5 അക്ഷരമുള്ളത്. ഒന്നൊരിക്കൽ തുടക്കത്തിൽ താ ഉള്ളത്. ആ താ ഉള്ളതിൽ ഒന്ന് പറഞ്ഞു തഫഅല. ഇല്ലല്ല, ഇതിൽ ഷാദില്ല. ഇത് ഉത്തരിതാണ്. എല്ലാം ഉത്തരിത. പിന്നെ കുറഞ്ഞ ഭാഗം ഈ മസീദിൽ ഈ ഇഫ് അൻലല അങ്ങനെയുള്ള സംഗതികൾ വരുന്നത് ലാസ്റ്റ് പറയുന്നത്. നമ്മൾ ഓരോന്ന് ഷാദ ഏതാണ് ഉത്തരിത ഏതാന്ന് പറയുന്നത്. ഇതൊക്കെ ഉത്തരിത. അൽ വസ്നു സാനി, രണ്ടാമത്തെ വസ്ന് തഫാഅല ബി സിയാദത്തി താഇ വൽ അലിഫി, താഉം അലിഫും സായിദയായിട്ട്. തഫാഅല തുടക്കത്തിലെ താവും ഫായിന് ശേഷം ഒരു അലിഫ്. വയുഖാലു ലഹു ബാബു തഫാഉലി, ഇതിന് ബാബു പേര് തഫാഉൽ ബാബ് എന്നാണ്. നഹ്വു തദാറുക്കി, തദാറുക്ക് എന്നതുപോലെ. അപ്പോൾ തഫാഅല, തബാഅദ, തകാസറ, അതുപോലെ തനാസറ, തദാഖല, തഖാറജ, ഒക്കെ അങ്ങനെ തന്നെ. ഖറജന്റെ തഖാറജ. വതസ്രീഫുഹു, ഇതിനെ സർഫാക്കൽ തദാറക യതദാറകു തദാറുകൻ ഫഹുവ മുതദാരികുൻ വതുദൂരിക യുതദാറകു തദാറുകൻ ഫഹുവ മുതദാറകുൻ. അൽ അംറു മിൻഹു തദാറക് ലിയതദാറക് ലിയുതദാറക്. 3 എണ്ണം ഉണ്ട് കേട്ടോ. തദാറക് ലിയതദാറക് ലിയുതദാറക്. വന്നഹിയു ലാ തതദാറക് ലാ യതദാറക് ലാ യുതദാറക്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒരു തനാസറ, തനാസർ എന്ന് സർപ്പാക്കിയ സുഹേൽ സാർ ഇതേപോലെ തനാസറ. ഇതിന് ലർഫ് ഇസ്മു മഫ്ഊൽ വസ്നിക്ക വരിക. ഇതിന് ലർഫ് നമ്മൾ സഞ്ചാനിൽ പറയും. പിന്നെ ഇതില് സുലാസിയുടെ ഇതാണ് വരിക. സുലാസിന്റെ രൂപത്തിലുള്ള അൻസർ അത് അതേ രൂപത്തിലാണ് വരിക. കാരണം ഇതില് സുലാസി ഉണ്ടല്ലോ പഴകൾക്ക്. അല്ലാത്തതിന്റെ ഇസ്മു മഫ്ഊൽ വരും. നോക്കാം. റാഫിക്ക തബാഅദ, തബാഅദ.
യെസ്, വെരി ഗുഡ്. ഇതിലൊരു അർത്ഥം ഏകദേശം അഭിനയം എന്നുള്ളൊരു അർത്ഥം വരും കേട്ടോ. അതെ, നമ്മൾ അഭിനയിച്ചുണ്ടാക്കുകയാണ് അർത്ഥം വരും. അങ്ങനെ കൂടുതലും പദത്തിനും വരും. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു, നിങ്ങൾ അള്ളാഹുവിനോട് കരഞ്ഞു ദുആ ചെയ്യണം. കരച്ചിൽ വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? തബാക്കവും, കരച്ചിൽ അഭിനയിക്കണം അള്ളാഹുവിൻ്റെ മുമ്പിൽ. അപ്പം അങ്ങനെ ഒരർത്ഥം ഇതിന് വരും. ഇവിടെ തദാറക്ക എന്ന് പറഞ്ഞാൽ വീണ്ടെടുക്കുക എന്നുള്ളതാണ്. വീണ്ടെടുക്കുക. ഓക്കെ, ഫാറൂഖ് ഭായ് പറയട്ടെ അടുത്തത്. തക്കാത്തബ, ഇതേപോലെ പറഞ്ഞു. തക്കാത്തബ, തക്കാത്തബ, കത്തബന്റെ ഈ രൂപത്തിലുള്ള തക്കാത്തബ. അതെ 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 അതെ. മുത്തക്കാത്തബുൻ അമ്ര ഇസ്മു ഫഅ്മൂലാമു മുത്തക്കാത്തബുൻ. യെസ്, വെരി ഗുഡ്. സുബൈർക്ക പറയട്ടെ കേട്ടോ. സിമ്പിളൊന്ന് ഏതാ കൊടുക്കുക? തസാലമ, സലിമന്റെ തസാലമ. ക്ലിയർ, വോയിസ് ക്ലിയർ ആകുന്നില്ലല്ലോ. എനിക്ക് മാത്രമാണോ? നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ? ബാക്കിയുള്ളവർ കേൾക്കുന്നുണ്ടോ? ആ, പറഞ്ഞോളി പറഞ്ഞോളി. ആ, ഓക്കെ. യെസ്. തസാലം. യെസ്, വെരി ഗുഡ്. ക്ലിയർ. സാവധാനം പറഞ്ഞാൽ മതി. ഹക്കീംക്ക് ഒന്ന് പറയാൻ പറ്റുമോ? ഒരു എളുപ്പമുള്ളതൊന്ന് പറയാം. ഒരു എളുപ്പമുള്ളതൊന്ന് പറയാം. തക്കാസല, മടി കാണിക്കുക. തക്കാസല. ഇതേപോലെ തന്നെ തക്കാസ്. അയ്വ. നഹിയു. ഓക്കെ, ക്ലിയർ ആണ്. അതിൽ ഒരു ഭാഗം ഇപ്പോൾ ഇവിടെ കണ്ടോ, ഞാനിപ്പോൾ അടിവരട്ട ഭാഗം ഇവിടെ ഒരു താവുള്ളൂ കേട്ടോ. അപ്പൊ തത്തക്കാസൽ എന്ന് പറയുന്നത് ഇവിടെ അല്ലംബുറമിന് തക്കാസൽ. ബാക്കി ശരിയാണ്, ബാക്കി ക്ലിയർ ആണെങ്കിൽ ഓക്കെ. തക്കാസൽ അത്രയേ ഉള്ളൂ. ഇതിന്റെ മാലി മുലാരി ഒക്കെ നമ്മൾ സർഫാക്കുന്നത് പണ്ടത്തെ പോലെ തന്നെ, ഒരു വ്യത്യാസമല്ല. തദാറക്ക തദാറക്ക. മടി കാണിക്കൽ അങ്ങനെ തന്നെയല്ലേ? എനിക്ക് വയ്യ, ഒരു അഭിനയം തന്നെയാണ് തക്കാസല. കസ്ലാൻ എന്ന് പറഞ്ഞാൽ മടിയുള്ളവൻ, തക്കാസല എന്ന് പറഞ്ഞാല് മടി കാണിക്കുക. മേലത്തെ
തതനസ്സലു. ഇനി വെറും തനസ്സലു വരും. മുതാരി തഫഅല യതഫഅലു എന്നാണ് വരിക. അവിടെ താ കണ്ടില്ലേ? മലക്കുകൾ പുരുഷനും അല്ല സ്ത്രീയും അല്ല, പക്ഷെ അവിടെ ലഫ്ദിലെ ഒരു താകുണ്ട്, അതിനെ പരിഗണിച്ചുകൊണ്ടാണ് അവിടെ തത്തനസ്സലു എന്നാണ്. യത്തനസ്സലു യത്തനസ്സലാനി യത്തനസ്സലൂന തത്തനസ്സലു ആണോ? ആ തത്തനസ്സലു ഇത് തന്നെ ഒരു താഴ് കളഞ്ഞും പോകും. തനസ്സലുൽ മലായിക്കത്തു അല്ലേ? ഒരായത്തില്ലേ ഇവിടെ തനസ്സലു, അവിടെ തത്തനസ്സലുൽ മലായിക്കത്തു എന്നാ വേണ്ടത്. രണ്ട് താ ഒരുമിച്ച് വരുമ്പോ ഒരു താവും, അത് മുലാരിയാണ്. തനസ്സലു കളയാം, നിർബന്ധമല്ല. കളച്ചിൽ നിർബന്ധമല്ല, കളയാം. അത് നമ്മൾ സഞ്ചാനിൽ പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ നോക്ക്, എന്താണ് തനാവമ, ഉറക്കം നടിക്കുക എന്നാണ്, ഉറക്കം അഭിനയിക്കുക. നാമ ഉറങ്ങുക, തനാവമ ഉറക്കം അഭിനയിക്കുക. ഏകദേശം ഒരു 80%. അല്ല, അത് എല്ലാത്തിനും വരില്ല, അതാണ് പറഞ്ഞത്. 80% ആ ഒരു അഭിനയം എന്നുള്ളൊരു മീനിങ് വരും. ഇത് തദാർക്ക എന്നാണ്, വീണ്ടെടുക്കുക എന്നാണ്. തബാദ വിദൂരത്താവുക എന്നാണ് അർത്ഥം. വിദൂരത്താവുക. ആ ഒരല്ല, ഇത് ഫിസിക്കലായിട്ടുള്ളതാണ്. ഫിസിക്കലായിട്ടുള്ള ഒരു അതാണ്. അതാണ് തബാദ, ദൂരം. ആ ലാസ്റ്റ് വരുമ്പോ, അവസാനം വരുന്ന സമയത്ത് ഇങ്ങനെയാണ് കാഫ് അവസാനം വരികയാണെങ്കിൽ, ശരിക്കും അത് കാഫ് തന്നെയാണ്, ലാമല്ല. അതിന്റെ ഉള്ളിൽ ഒരു സാധനം കണ്ട, കാഫിന്റെ മുമ്പ് ഉള്ളിലൊരു ചെറിയൊരു കാഫിന്റെ ഒരു കുട്ടിക്കാഫ് ഉണ്ട് അവിടെ. ഇവിടെ കണ്ടോ തദാറുക്കൻ എന്നുള്ള, അവിടെ നോക്കിയോ നിങ്ങള്? തദാറുക്കൻ, അവിടെ ആ കാഫല്ല, മറ്റേ കാഫാണ്. ദറക്ക 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 യദുറുക്കുന്നായിരിക്കും. ദറക്ക എന്ന് പറഞ്ഞാല് എടുത്തു എന്താ പറയാ, നിർവഹിച്ചു എന്നൊക്കെയാണ് അർത്ഥം. അതറക്ക എത്തിച്ചു. എത്തിച്ചു. പിന്നെ സുഹേൽ സാറ് ചോദിച്ചതിന് പറയാണ്, ചില എല്ലാത്തിനും സുലാസി ഉണ്ടാകും, ഉപയോഗത്തിലുണ്ടായിക്കൊള്ളുന്നില്ല. ഇപ്പോ അമാത്തു, അവർ മരിപ്പിച്ചു കളഞ്ഞു. മാലിയ യദറു എന്നുള്ളതിന്റെ മാലി മരിപ്പിച്ചു എന്നുണ്ട്. അതായത് അത് ഉപയോഗിക്കാതെ അതിനെ കൊന്നു കളഞ്ഞു. യദറു വസറ യദറൂന്ന് മുല്ലാരിയാണ്, പക്ഷെ അതിന് വസറ എന്നുള്ള മാലി ഉപയോഗിക്കില്ല. അങ്ങനെ ചില ഫീലുകളുണ്ട്. ചില ഇല്ലല്ല, അത് ഉപയോഗിക്കൂല, അതില്ലല്ല. വാവിനെ കളയൂലല്ലോ. എവിടെ മിസാലില് വാവിനെ കളയൂല. ഫീൽ മുഴുത്തല്ലായതിൽ വാവിനെ ആദ്യം കളയില്ല. ഇടയിൽ വരുമ്പോഴും അതുപോലെ മുമ്പത്തെ അക്ഷരം മറ്റ് ഇതൊക്കെ വരുമ്പോഴും ജസ്മു വരുമ്പോഴൊക്കെയാണ് വാവിനെ കളയലൊക്കെ ചെയ്യുക. എല്ലാ സ്ഥലത്തും വാവിനെ കളയില്ല. അപ്പോൾ വസറ എന്നുള്ള മാലിയെ അവർ ഉപയോഗിക്കുന്നത് ഒഴിവാക്കി. അപ്പൊ അങ്ങനെ ചിലതുണ്ട്, ചില അതില് ഉപയോഗം ഒഴിവാക്കിയതുണ്ട്. അല്ല, അത് അഞ്ചാൻ തന്നെ നമ്മൾ പറയുന്ന മാത്രമല്ല. ഈ അമാത്തു മാലിയ യദറു എന്ന് പറഞ്ഞിട്ടൊരു കിതാബുണ്ട്. കിതാബല്ല, അല്ലല്ല,
പറയും ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇവിടെ മുലാരി നോക്ക്, യതദാറകു യതദാറകാനി യതദാറകൂന തതദാറകു തതദാറകാനി യതദാറക്ന തതദാറകു തതദാറകാനി തതദാറകൂന തതദാറകീന തതദാറകാനി തതദാറക്ന അതദാറകൂന അതദാറകൂ. അംർ തദാറക് തദാറക തദാറകൂ തദാറകീ തദാറക തദാറക്ന. ലിയതദാറക് ലിയതദാറക ലിയതദാറകൂ ലിതതദാറക് ലിതതദാറക ലിയതദാറക്ന. അതിന്റെ മജ്ഹൂല് ലിയുതദാറക് ലിയുതദാറക ലിയുതദാറകൂ ലിതുതദാറക് ലിതുതദാറക ലിയുതദാറക്ന. സർഫാക്കുന്നത് അതേപോലെ തന്നെ. അതിന് നമ്മൾ ഇനി പറയുന്നില്ല, അത് നേരത്തെ നമ്മൾ പഠിച്ചതല്ലേ എന്ന നിലക്ക് ഞാൻ ആ മാലിയുടെ രൂപമൊന്നും സർഫാക്കുന്ന രൂപമല്ല. ഇൻഷാ അല്ലാഹ്. യെസ്, പോട്ടെ, അടുത്തേക്ക് പോട്ടെ. ഇതും കൂടി പറയട്ടെ. സിമ്പിൾ അല്ലേ? ഇനി നമ്മൾ അൽ വസ്നാനി, രണ്ട് വസ്നുകൾ, അൽ മുത്തഫർരിആനി, പിരിഞ്ഞുണ്ടായതായ, മിൻ തഫഅല വ തഫഅല, തഫഅലയിൽ നിന്നും തഫാഅലയിൽ നിന്നും പിരിഞ്ഞുണ്ടാകുന്ന രണ്ട് ബാബുകൾ. ഫർഉൻ, ഒരു ഫർആണ്. തഫറഅ, അതിനർത്ഥം പിരിച്ചിലാണ് എന്നാണ് പറയാം. പിരിച്ചിലാണ് പറഞ്ഞാൽ മുമ്പ് പറഞ്ഞതിന് മാറി, അത് ഫറാഗ്. ഇത് ഫറ എന്ന് പറഞ്ഞാൽ പിരിച്ചിലാണ്, മുമ്പ് പറഞ്ഞതെന്ന് മാറിയിട്ടൊരു വേറൊരു കാര്യം പറയുകയാണ്. അതെ. മുമ്പ് പറഞ്ഞതിൻ്റെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അതിന്ന് പിരിഞ്ഞിട്ട് ഉണ്ടാകുന്ന കാര്യങ്ങൾ പറയാം. അതാണ്. അല്ല, അത് ഷർഹ് ഹാഷിയ. ഷർഹ് എന്ന് പറഞ്ഞാൽ വ്യാഖ്യാനം, അത് വേർഡ് ബൈ വേർഡ് ആയിട്ടുണ്ടാവും ഷർഹാകുമ്പോൾ. ഹാഷിയ എന്ന് പറയുമ്പോൾ ചില പ്രത്യേക പദങ്ങൾ മാത്രമേ. ഇപ്പം നമ്മുടെ ഈ ഫത്തുൽ മുഈൻ ഓതുമ്പോൾ ഈ ആനത്തു ത്വാലിബീൻ എന്ന് പറഞ്ഞൊരു ഹാഷിയ ഉണ്ട്. അപ്പോൾ ഫത്തുൽ മുഈൻ്റെ എല്ലാ പദങ്ങളും എടുത്തിട്ട് അതിൽ വിശദീകരിക്കൂല, ചില പ്രത്യേക ഡൗട്ടുള്ള പദങ്ങൾ മാത്രമേ ഉള്ളൂ. എന്നാൽ ഫത്തുൽ മുഈൻ ഒരു ഷർഹാണ്, ഖുർറത്തുൽ ഐൻ എന്ന കിതാബിൻ്റെ ഷർഹ്. അതാണ് ഫത്തുൽ മുഈൻ്റെ ഇടക്ക് കട്ടിയുള്ള അക്ഷരം, അതാണ് ഖുർറത്തുൽ ഐൻ. അപ്പോൾ അതിൻ്റെ ഓരോന്നും വിശദീകരിക്കുന്നതിന് ഷർഹ് എന്ന് പറയും. ഹാഷിയ എന്ന് പറഞ്ഞാൽ ചില പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രം വിശദീകരിക്കും. ഓക്കെ അല്ലേ? അതും സൈനുദ്ദീൻ മഖ്ദൂം അത് ബക്രി, സയ്യിദുൽ ബക്രി റളിയല്ലാഹു അൻഹു, പുതിയാണ്. മീൻസ് 1100 ഹിജ്റകളിലാണ്. അപ്പൊ നോക്കാം. തഫറഅ, പിരിഞ്ഞുണ്ടായിരിക്കുന്നു, മിൻ ഹാദൈനിൽ വസ്നൈനി, ഈ രണ്ട് വസ്നുകളിൽ നിന്നും പിരിഞ്ഞുണ്ടായിരിക്കുന്നു. ഏത് രണ്ട് വസ്ന്? ഐ തഫഅല വ തഫഅല, തഫഅലയിൽ നിന്നും തഫാഅലയിൽ നിന്നും പിരിഞ്ഞുണ്ടായിരിക്കുന്നു. എന്ത് പിരിഞ്ഞുണ്ടായിരിക്കുന്നു? വസ്നാനി ആഖറാനി, രണ്ട് വസ്നുകൾ പിരിഞ്ഞുണ്ടായിരിക്കുന്നു. രണ്ട് വസ്നുകൾ പിരിഞ്ഞുണ്ടായിരിക്കുന്നു. വദാലിക, അതെങ്ങനെയാണ്? അവിടെ നമ്മൾ നേരെ ബാബിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇവിടെ എങ്ങനെയാണ് പിരിഞ്ഞുണ്ടായത്, എന്താണ് അതിന് കാരണം എന്നുകൂടി പറയുന്നുണ്ട്. വദാലിക അന്നഹു, തീർച്ചയായും കാര്യം, ഇദാ കാന ഫാഉഹുമ, ശ്രദ്ധിക്കണേ, അവ രണ്ടിൻ്റെയും ഫാ ആയാൽ, ഫാ ഫീൽ ആയാൽ, എന്തായി? താ ആയി, ഔ സാ അൻ, അല്ലെങ്കിൽ സാ ആയി, ദാലൻ ദാലായി, ദാലൻ ദാലായി, സാഅൻ സാആയി, സീനൻ ഷീനൻ, സാദൻ ലാദൻ, താഅൻ ലാഅൻ, ഈ പറയപ്പെട്ട അക്ഷരങ്ങളായി. ഇതാ നിയമമാട്ടോ, അതിൻ്റെ നിയമമാണ്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11. ഈ 11 അക്ഷരങ്ങളിൽ പെട്ട ഒരക്ഷരമായി. ഈ 11 അക്ഷരങ്ങളിൽപ്പെട്ട ഒരക്ഷരമായി ഏത്? ഫാ ഫിഇൽ.
അപ്പൊ തഫഅല. അപ്പോൾ ഉദാഹരണം പറയാം, തസമ്മല, തസമ്മല. അപ്പം അതിനോട് ചേർന്ന് സ ഏതിൻ്റെ അക്ഷരമാണ്? ഈ പറയപ്പെട്ട അക്ഷരങ്ങളിലുള്ളതാണ്. അങ്ങനെയായി. എങ്ങനെ ആയാൽ ശ്രദ്ധിക്കണേ, ജാസ അനുവദനീയമാണ്, ഹർക്കത്തു ഹദ്ഫു ഹർക്കത്തി താഇ മിൻ അവലിഹിമ, അവ രണ്ടിൻ്റെയും തുടക്കത്തിൽ നിന്ന് താഇൻ്റെ ഹർക്കത്തിനെ കളയൽ അനുവദനീയമാണ്. ശ്രദ്ധിക്കണം. അപ്പൊ തസമ്മല എന്നുള്ളത് തസമ്മല, താ എന്നുള്ളത് ഫത്ഹ് ഹർക്കത്തിനെ കളഞ്ഞു. എന്നിട്ടോ ഇദ്ഗാമുഹുമാ ഫിൽ ഫാഇ, ഫാഇൽ ഇദ്ഗാം ചെയ്തു. അപ്പൊ ത എന്നുള്ളതിനെ സായിൽ ഇദ്ഗാം ചെയ്തു. അപ്പൊ സായി, ത് എന്നുള്ളത് സായി. ഇദ്ഗാം ചെയ്യുന്നത് എപ്പോൾ? അല്ല, താ കളഞ്ഞിട്ടില്ല, താഇന്റെ ഹറക്കത്തിനെയാണ് കളഞ്ഞു. ഹറക്കത്തിന് കളഞ്ഞു. അപ്പൊ നായി. ആ ത് എന്നതിനെ ഫായിലേക്ക് ഇദ്ഗാം ചെയ്തു. എപ്പോ? എങ്ങനെ? ബഅദ ഖൽബിഹാ മിസ്ല മാ ബഅദ, അതിന് ശേഷമുള്ളതുപോലെ മറിച്ചതിന് ശേഷം. അപ്പൊ തീനെ സ ആക്കി മറിച്ചിട്ട് ഇദ്ഗാം ചെയ്തു. ത് എന്നുള്ളതിനെ സ ആക്കി മറിച്ചിട്ട് ഇദ്ഗാം ചെയ്തു. അപ്പൊ എന്തായി? സമ്മലാനായി. മറ്റോടത്ത് സ മലാനായി, സമ്മലാനായി, സ മലാനായി. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? മനസ്സിലായല്ലേ ജോയൽ സാറേ? കട്ടികൂട്ടി. അല്ല, രണ്ടോടത്തും കട്ടികൂട്ടി, രണ്ടോടത്തും ഇദ്ഗാം ചെയ്തു. ഒന്നിൽ പിന്നെ മീമിന് ശ്രദ്ധില്ല, അതായത് തഫഅലയിൽ ശ്രദ്ധില്ലല്ലോ. തഫഅലയിലല്ല, ഐൻഫീലും ശ്രദ്ധ. തഫഅലയിൽ ഐൻഫീലും ശ്രദ്ധാണ്. അപ്പൊ തസമ്മല സമ്മല എന്നായി. മറ്റോടത്ത് തഫഅല തസാമല എന്നാണ്, സമല എന്നായി. അവിടെ മീമിന് ശ്രദ്ധില്ല. രണ്ടോടത്തും എന്ത് ചെയ്തു? രണ്ടോടത്തും താഇന്റെ ഹർക്കത്തിന് കളഞ്ഞു. എന്നിട്ട് ശേഷമുള്ള അക്ഷരം ഏതാണോ അതാക്കി ഈ താഇനെ മറിച്ചു. എന്നിട്ട് ആ മറിച്ച അക്ഷരത്തിനെ ഈ അക്ഷരത്തിൽ ഇദ്ഗാം ചെയ്തു. സമ്മല എന്ന് പറഞ്ഞു. തീർന്നില്ല. വജ്തിലാബു ഹംസത്തിൽ വസ്ലി, വസ്ലിന്റെ ഹംസയെ കൊണ്ടുവരികയും ചെയ്തു. ഇസ്സമ്മല, ഇസ്സാമല എന്നായി. മനസ്സിലായോ? തസമ്മല എന്നാവുമ്പോ ഇസ്സമ്മല എന്നായി. തസാമല എന്നാവുമ്പോ ഇസ്സാമല എന്നായി മാറി. റാഫിഖക്ക് മനസ്സിലായോ? ഫാറൂഖ് ഭായ്? ആ സായിനെ കട്ടാക്കി, സായിനെ കട്ടിയാക്കിയല്ലോ. നമ്മളിപ്പോ രണ്ട് ബാബിനും പിരിഞ്ഞുണ്ടാകുന്ന കാരണം പറയുന്നത്. തഫഅല എന്ന ബാബിൽ നിന്നും പിരിഞ്ഞുണ്ടാവും, തഫാഅല എന്ന ബാബിൽ നിന്നും പിരിഞ്ഞുണ്ടാവും. തഫഅലയിൽ നിന്ന് പിരിയുമ്പോൾ ഇഫഅല എന്നാകും. തഫാഅല എന്നതിൽ നിന്ന് പിരിയുമ്പോൾ ഇഫഅല എന്നാകും. എവിടെ? സുബൈർക്ക ഓക്കെ അല്ലേ? ഭക്തി. ഫാറൂഖാക്ക് മനസ്സിലായില്ലേ? എവിടെ? മുമ്പ് പറഞ്ഞതാണ്. മുമ്പ് പറഞ്ഞതിന്റെ നിയമം പറയണം ഇവിടെ. മുമ്പ് പറഞ്ഞതാണ്, അതിന്റെ നിയമം ഇവിടെ പറയുന്നു. അതെ അതെ, അതന്നെ പറഞ്ഞ തന്നെ. അപ്പൊ അന്ന് ഈ നിയമം പറിച്ചിട്ടില്ല. ഇങ്ങനെ ഫീൽ ഇങ്ങനെ 11 അക്ഷരമായി വന്നാൽ താഇനെ, ഫീൽ ഈ രൂപത്തിൽ 11 അക്ഷരത്തിൽ ഏതെങ്കിലും ഒന്നായി വന്നാൽ താഇനെ ഹർക്കത്ത് കളയും. എന്നിട്ട് താഇനെ ഈ ഫ ആക്കി മറിച്ചും. എന്നിട്ട് അതിൽ ഇദ്ഗാം ചെയ്യും. ഒരു അലിഫ് കസ്ർ വെക്കപ്പെട്ട ഒരു അലിഫിനെ തുടക്കത്തിൽ കൊണ്ടുവരും. അപ്പോൾ തസമ്മല എന്നത് ഇസമ്മല എന്നാകും. തസാമല എന്നത് ഇസാമല എന്നും ആകും. ആണോ? അപ്പോൾ ഫസാറ, ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കാണാം. ഫസാറ ഇഫഅല വ ഇഫഅല. ഇഫഅല, ഇത് തഫഅല എന്നായപ്പോൾ ഇഫഅല എന്നായി. തഫഅല എന്നായപ്പോൾ ഇഫഅല എന്നായി മാറി. ഇറല്ലേ? വയുഖാലു ലഹുമാ, ഇവ രണ്ടിനും പറയപ്പെടും
ബാബുൽ ഇഫഉല്, ഇതിന്റെ ബാബ് ഇങ്ങനെ പറയാം, ഇഫഉല് ഇഫാഉല്, ബാബുൽ ഇഫഉൽ ബാബുൽ ഇഫാഉൽ എന്ന് പറയും. നഹവു ഇസ്സമ്മുൽ ഇസ്സാഖുൽ പോലെ, ഇസ്സമ്മുൽ ഇസ്സാഖുൽ. നോക്കാം തസ്രീഫ് സർഫാക്ക് നമുക്ക്. ഇസ്സമ്മല കണ്ടോ, യസ്സമ്മലു, ഇസ്സമ്മല യസ്സമ്മലു, ഇസ്സമ്മുലൻ ഫഹുവ മുസ്സമ്മിലുൻ. നമ്മളെ സൂറത്തുണ്ടല്ലോ, യാ അയ്യുഹൽ മുസ്സമ്മിൽ, മുസമ്മിൽ എന്നല്ല മുസമ്മിൽ, അതിങ്ങനെ വരും. അല്ല, തഫഅല പിന്നെന്താ, യതഫഇലു എന്നാണോ? യെസ്, അതാണ് തഫഅല യതഫഅലു എന്നാണ്. അതേപോലെ ഇസ്സമ്മല യസ്സമ്മൽ, അത് ഇതിന്റെ പിരിഞ്ഞുണ്ടായതാണ്, അത് ഇതിന്ന് പിരിഞ്ഞുണ്ടായതാണ്, അപ്പൊ മാറ്റാൻ പാടില്ല. അത് നമുക്ക് ഓർമ്മ വരുന്ന എന്താ അറിയോ, സമ്മല യുസമ്മിലു എന്നുള്ളതല്ലേ വന്നതെന്ന് ആ ചോദ്യം വന്നത്. ഇത് 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 ഇസ്സമ്മല തഫഅല ബാബാണ്. ഇസ്സമ്മല യസ്സമ്മലു ഇസ്സമ്മുലൻ ഫഹുവ മുസ്സമ്മിലുൻ വ ഉസ്സുമ്മില യുസ്സമ്മലു ഇസ്സമ്മുലൻ ഫഹുവ മുസ്സമ്മലുൻ. അൽ അംറു മിൻഹു ഇസ്സമ്മൽ ലിയസ്സമ്മൽ ലിയുസ്സമ്മൽ വന്നഹിയു ലാ തസ്സമ്മൽ ലാ യസ്സമ്മൽ ലാ യുസ്സമ്മൽ. മറ്റേത് കൂടി ചെറുപ്പാക്കാം, അവസാനിപ്പിക്കാം. ഇസ്സാഖല യസ്സാഖലു, അതോ തസാഖല എന്നുണ്ടാകുക, തസാഖല. അവിടെ തഫാഉല് ബാബിന്റെ ഫാ ഫീല് സ ആയി വന്നപ്പോൾ അതിൻ്റെ താഇന്റെ ഹർക്കത്തിനെ കളഞ്ഞു, എന്നിട്ട് ആ താഇനെ സ ആക്കി മറിച്ചു, സ ആക്കി മറിച്ച് ഇദ്ഗാം ചെയ്തു, ഒരു അലിഫ് തുടക്കത്തിൽ കസ്റ് വെക്കപ്പെട്ട രൂപത്തിൽ കൊണ്ടുവന്നു. അപ്പൊ ഇസ്സാഖല യസ്സാഖലു ഇസ്സാഖുലൻ ഫഹുവ മുസ്സാഖിലുൻ വ ഉസ്സൂഖില യുസ്സാഖലു ഇസ്സാഖുലൻ ഫഹുവ മുസ്സാഖലുൻ. അൽ അംറു മിൻഹു ഇസ്സാഖൽ ലിയസ്സാഖൽ ലിയുസ്സാഖൽ വന്നഹിയു ലാ തസ്സാഖൽ ലാ യസ്സാഖൽ ലാ യുസ്സാഖൽ. നിർബന്ധമില്ലാട്ടോ അങ്ങനെ ആക്കല്, അനുവദനീയാണ്. തസമ്മലക്ക് ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ എന്നൊന്നുമില്ല, തസക്കലക്ക് ഇങ്ങനെ തസാക്കലക്ക് ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ എന്നൊന്നുമില്ല. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ മറിച്ച് ഇദ്ഗാം ചെയ്തു ഒരു അലിഫ് തുടക്കത്തിൽ കൊണ്ട് ഈ രൂപത്തിൽ പറയൽ അനുവദനീയമാണ്. ഇത്രയേ ഉള്ളൂ, നിർബന്ധമല്ല. അതെ അതെ, അത് ഇതാണ്, ഇത് മുത്തരിതാണ്, മുത്തരിതായിട്ട് വരുന്നതാണ്, കൂടുതലും വരുന്നത് തന്നെയാണ്, ഒറ്റപ്പെട്ടതല്ല. ഏതെങ്കിലും ഒരു ടീമിന്റെ അഭിപ്രായം മാത്രമല്ല, ഏതെങ്കിലും ഒരു ലാംഗ്വേജ് വെറൈറ്റി അല്ല. ഇതെന്താ, എല്ലാം അംഗീകരിക്കപ്പെട്ട് സർഫ് നിയമത്തിലുള്ള അതിൻ്റെ ഒരു പ്രൊവിഷനാണ്. ക്ലിയർ അല്ലേ? യെസ്. സമിഅ, സമിഅ ഈ രൂപത്തിലൊന്ന് പറയും. സുഹൈൽ സാർ പറയും. തസമ്മ എന്നത് എങ്ങനെ ഇസമ്മആനായി വാഫിക്ക? തസമ്മ എന്നത് എങ്ങനെ ഇസമ്മആനായി? വന്നതുകൊണ്ട് ഇതിന്റെ അർത്ഥത്തിനെ
കളഞ്ഞു. പിന്നെ അല്ല, തായിന്റെ അർക്കത്തിനെ കളഞ്ഞു, ത് സമ്മാനായി. പിന്നെ തീനെ എന്ത് ചെയ്തു? തീനെ സീനാക്കി മറിച്ചു. എന്നിട്ട് അല്ലല്ല, ഇദ്ഗാം ചെയ്തിട്ട് ഹംസത്തുൽ വസ്ൽ കൊണ്ടുവന്നു. അപ്പൊ ഇസ്സമ്മാനായി. യെസ് 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 യെസ്. ഇനി നമ്മുടെ ആരാ പറയാ? ദഖല പറയട്ടെ. സുബൈർ. ദഖല ദഖല തദഖല എന്ന വരിക. തദഖല അതെങ്ങനെയായിട്ട് മാറും? സുബൈറടെ കേൾക്കുന്നില്ല? സുബൈർ സുബൈറടെ കേൾക്കുന്നില്ലല്ലോ. ദഖല ദഖല എങ്ങനെ വരും? തദഖല എന്ന് വരും. ഞാൻ പറഞ്ഞുതരാം. തദഖല. അപ്പൊ ഫാ ഫീല് ദാലായപ്പോ താഇന്റെ ഹർക്കത്തിനെ കളഞ്ഞു. ത് ദഖല എന്നായി. തുദഖല. താഇനെ ദാലാക്കി മറിച്ചു. ദ് ദഖല എന്നായി. സുക്കൂനുള്ള ദാലിനെ ഹർക്കത്തുള്ള ദാൽ ഇദ്ഗാം ചെയ്തു. ദഖല എന്നായി. ഒരു കസ്റാക്കപ്പെട്ട വസ്ലിന്റെ അലിഫിനെ കൊണ്ടുവരപ്പെട്ടു. ഇദ്ദഖല. ഇദ്ദഖല. അസർഫാക്കി സുബൈറ. ഇദ്ദഖല എന്നാണ് ഈ പറയുന്നത്. യദ്ദഖലു ഇദ്ദഖുലൻ. മുദ്ദഖിലു. അതായത് നമ്മളിപ്പോ പറഞ്ഞത് തഫഅല ബാബും ചില പ്രത്യേക സമയങ്ങളിൽ അതിൻ്റെ ഫാ ഫീല് മേൽ പറയപ്പെട്ട 11 അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒരു അക്ഷരമായി വന്നാൽ അതിനെ ഇഫ്ഉല് ബാബിലേക്കും ഇഫ്ആഉല് ബാബിലേക്കും മാറ്റും. ഇഫ്ഉല് ബാബിലേക്കും ഇഫ്ആഉല് ബാബിലേക്കും മാറ്റും. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു? തദഖല എന്നുള്ളത് ഇദ്ദഖല എന്നാകും. തസമ്മല എന്നുള്ളത് ഇസ്സമ്മല എന്നാകും. തഫാഅല എന്നുള്ളത് തദാഖല എന്നുള്ളത് ഇദ്ദാഖല എന്നാകും. തസാമല എന്നുള്ളത് ഇസ്സാമല എന്നാകും എന്നാണ് പറഞ്ഞത്. അപ്പം നമ്മളിപ്പോൾ ദഖല ഈ രൂപത്തിൽ വരുമ്പോൾ തദഖല, ആ തദഖല ഇദ്ദഖല എന്നാകും. അത് സർഫാക്കണം നമ്മൾ. എങ്ങനെ? ഇദ്ദഖല യദ്ദഖലു ഇദ്ദഖുലൻ ഫഹുവ മുദ്ദഖിലുൻ വഉദ്ദഖില യുദ്ദഖലു ഇദ്ദഖുലൻ ഫഹുവ മുദ്ദഖലുൻ അൽ അംറു മിൻഹു ഇദ്ദഖൽ ലിയദ്ദഖൽ ലിയുദ്ദഖൽ വന്നഹ്യു ലാ തദ്ദഖൽ ലാ യദ്ദഖൽ ലാ യുദ്ദഖൽ. മനസ്സിലായോ സുബൈറ? മനസ്സിലായോ? അതൊന്ന് ശരിയാക്കണേ. അതായത് നമ്മളിപ്പോ ദഖലക്ക് തഫഅല ബാബിലേക്ക് വരുമ്പോൾ തദഖല എന്നാവൂലേ? അത് എന്ത് ചെയ്യും? ഇദ്ദഖല എന്നാവും. മുദാരി അതുപോലെ തന്നെ യദ്ദഖലു.
മസ്തറും ഇദ്ദഖുലൻ ഫഹുവ മുദ്ദഖിലുൻ അങ്ങനെ ആയി മാറും എന്നാണ് ഇപ്പോൾ പറഞ്ഞത്. ഈ പറയപ്പെട്ട അക്ഷരങ്ങളായി കഴിഞ്ഞാൽ താ ഓ, സാ ഓ, ദാലോ, ദാലോ, സാ ഓ, സീനോ, ഷീനോ, സാദോ, ലാദോ, താ ഓ, ലാ ഓ ഈ പറയപ്പെട്ട 11 അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒന്നായി കഴിഞ്ഞാൽ അതിനെ എന്ത് ചെയ്യും? ആ താഇനെ മറിച്ച് ഓൾറെഡി അവിടെ തഫ അലയുടെ താ അല്ലെങ്കിൽ തഫ അലയുടെ താ ഉണ്ട്, ആ താഇന്റെ ഹർക്കത്തിനെ കളയും. എന്നിട്ട് ഈ ഏതക്ഷരമാണോ വന്നത് ആ അക്ഷരമാക്കി മറിക്കും. എന്നിട്ട് ഇതിലേക്ക് ഇദ്ഗാം ചെയ്യും, കസ്ർ വെക്കപ്പെട്ട ഒരു അലിഫിനെ കൊണ്ടുവരും. ഇല്ലല്ല, ഈ 11 അക്ഷരങ്ങൾ തന്നെ അടുത്ത ബാബിലും വരുന്നുണ്ട് കേട്ടോ. അത് ഇപ്പൊ പറയില്ല, അവിടെ ഒരു പിരിഞ്ഞുണ്ടായിട്ടുണ്ട്, നമുക്ക് പറയാം. ഖുർആനിൽ യാസീൻ സൂറത്തിലൊരു യഹ്സിമൂൻ കേട്ടിട്ടുണ്ടോ? കണ്ടുപോണോ? യഹിസിമൂൻ അല്ലേ സുഹേൽ സാറേ? അത് ഇഖ്തസമ എന്നുള്ളത് പിരിഞ്ഞുണ്ടായതാണ്, നമ്മൾ അവിടെ പറയും ഇൻഷാ അല്ലാഹ്, ഒക്കെ പാടത്ത് പറയുന്നത്. അപ്പൊ ഇത് ശ്രദ്ധിക്കുക. തഫ അല, തഫ അല, അതിന്ന് 2 ബാബ് പിരിയും, ഇഫ അലയും ഇഫ അലയും. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ?